ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം സെലൻ ജോസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു പുതിയ അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വീഡിയോസൊക്കെ ഒന്ന് സ്ലോ ആയെന്ന് പറഞ്ഞു. അപ്പോൾ പലരും ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക നമ്മളോട് ക്ലാസ് എടുക്കാൻ പറയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറയുവാണെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു 10 ടിപ്സാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടുള്ള 10 ടിപ്സ്. ആ 10 ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് എ ഗുഡ് ക്ലാസ്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വീഡിയോയിൽ കമൻ്റ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു എന്താ പറയുക, ഇനിയിപ്പം സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് ആവശ്യപ്പെട്ടിട്ടില്ല, ലിസ്റ്റ് ഒന്നും ഇപ്പോഴൊന്നും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു തണുപ്പൻ മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് അല്ലേ. എല്ലാവരും മടുത്തു. ആ ഒരു പ്രതീക്ഷ, ഭയങ്കരമായ പ്രതീക്ഷകളൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ ആരും നെഗറ്റീവ് ആകണ്ട. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇലക്ഷൻ, മറ്റ് ഒരുപാട് പ്രിലിംസ്, ഇങ്ങനെയുള്ള ഒരുപാട് ബിസി കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആ ലിസ്റ്റിൽ ഒരു ചെറിയൊരു താമസമൊക്കെ വരുന്നത്. ഇതെല്ലാം ഇപ്പോഴും കഴിയും. വാക്സിനേഷൻ്റെ ഒരു റോള് വലുതാണ്. അത് കഴിയുന്നതോടുകൂടി ഒരു കോവിഡ് ഭീതിയിൽ നിന്ന് നമ്മൾ മുഴുവൻ മോചിതരാകും. അതോടുകൂടി തന്നെ എന്ത് ചെയ്യുന്നു, ഇലക്ഷൻ കഴിയുന്നു. ഇലക്ഷൻ അടുത്ത് ആ ഒരു ഷെഡ്യൂളെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതികൾ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആരും തന്നെ നെഗറ്റീവ് ആകേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകളൊന്നും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കീപ് അപ്ഡേറ്റിംഗ്. എന്താണ്, നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പോസിറ്റീവ് അപ്ഡേഷൻ വെച്ചിട്ട് നമ്മൾ തയ്യാറായിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് ഒന്നും മോശമാകാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. കഴിഞ്ഞ പല ഫ്രണ്ട്സും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അതൊക്കെ വിട്ടു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഇരിക്കുക. ഒരു രീതിയിലും അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുക. ഈ ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് മാറുന്നതിൽ വളരെ പെട്ടെന്നായിരിക്കും നമുക്ക് പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ ആ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എല്ലാവരെ കൊണ്ടും ക്ലാസ് എടുപ്പിക്കുമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരെ കൊണ്ടൊന്നും ക്ലാസ് എടുപ്പിക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെ കൊണ്ടും ക്ലാസ് എടുപ്പിക്കത്തില്ല. ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളത്. നമ്മുടെ ഭാഗത്തൊരു വീഴ്ച കൊണ്ട് നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ക്ലാസ് നല്ല സക്സസ്ഫുള്ളി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം മാർക്കായിരിക്കും നമുക്ക് അതിനകത്ത് കിട്ടുക. ഇപ്പം നമുക്ക് ഇന്റർവ്യൂവിനൊരു 2-3 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു ടോപ്പ് മാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ മുകളിൽ റാങ്ക് ലിസ്റ്റിൽ എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുക, നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് പ്രിപ്പയർ ആയി തന്നെ ഇരിക്കുക. അപ്പോൾ ഇന്റർവ്യൂവിന് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ക്ലാസ് എടുക്കണം, ഒരു ബെസ്റ്റ് ക്ലാസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ 10 ടിപ്സ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഒരു ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന് ഒരു ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, ഒരു നല്ല തുടക്കം പകുതി ശരിയായതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് വൺ ആയിരിക്കണം. ഏറ്റവും നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നാണ്. അപ്പോൾ കുട്ടികളിലൊരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പോർഷനിലേക്ക് കടക്കുന്നു. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ കുട്ടികൾ അതിനകത്തേക്ക് വരുള്ളൂ. അപ്പോൾ അത് എന്താവാം, കഥകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആകാം, അതല്ലെങ്കിൽ അനുഭവ കുറിപ്പുകളാവാം, അനുഭവങ്ങളിലൂടെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആവാം, അതും അല്ലെങ്കിൽ വരികളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കടങ്കഥയോ, അങ്ങനെയുള്ള ഏത് രീതി, ഏത് ഇന്നോവേറ്റീവ് ടെക്നിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു നല്ലൊരു ബെസ്റ്റ് ഇൻട്രൊഡക്ഷനിലൂടെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം എ ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ കാര്യം, കുട്ടികളിൽ ഒരു റെഡിനെസ് ഉണ്ടാക്കി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു ഷോർട്ട് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് തയ്യാറാക്കുന്നവർക്ക് ഒരു വലിയ മാനുവൽ തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മുടെ എന്താണ്, ആശയം അവിടെ കൺവേ ചെയ്യപ്പെട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ആശയം കൺവേ ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയപരിധിക്കകത്ത് നിന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ടോപ്പിക് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കണം,
അതുപോലെ തന്നെ പ്രിസൈസ് ആയിരിക്കണം. അപ്പം ആ ഒരു എന്താ പറയുക, കുട്ടികൾക്ക് ഇങ്ങനെ എന്താണ് അത് കേൾക്കുമ്പോഴത്തേക്കും, നമ്മളിത് പ്രസന്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ കുട്ടികൾക്ക് ആകാംക്ഷയോടെ അവർ ശ്രദ്ധിക്കുന്ന ആ ഒരു ടോപ്പിക് ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളല്ല, ആരാണ്? ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളാണ്. അവർ നമ്മൾ കുട്ടികളായി കണ്ടുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അവിടെയൊന്നും യാതൊരു നാണക്കേടിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഷൈനസിന്റെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അവരിൽ നിന്ന് വളരെയധികം എന്താണ് ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ പ്രിസൈസ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു കൺവേ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു മെസ്സേജ് അടങ്ങുന്ന ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സംഗതി, നമ്മൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് കിട്ടിയ ഒരു ക്വസ്റ്റ്യനിൽ നിന്നിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു ചോദിച്ചൊരു സംഗതിയായിരുന്നു, ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കാവോ ഇല്ലെന്ന്. ടീച്ചിങ് എയ്ഡ് ഡെഫിനറ്റ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നു, PSCയുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി സജ്ജീകരിച്ചൊരു റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ എന്താണ് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്താണ് മോസ്റ്റ് പ്രോബ്ലി നമ്മൾ അവിടെ ചെല്ലുന്നിടത്ത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു പ്രത്യേക ഹാളിലോ എങ്ങനെ ഒക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇനി അതുപോലെ തന്നെ നമ്മൾ പോകുന്നത് എങ്ങനെയൊക്കെയാണ്, ഒരു കയ്യിൽ എന്തുണ്ട്, നമ്മൾ ഫയലുണ്ട്, സർട്ടിഫിക്കറ്റ് എല്ലാം അടങ്ങുന്ന ഫയൽ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ചാർട്ടോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ടീച്ചിങ് എയ്ഡൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കാം ഉറപ്പായിട്ടും. പക്ഷേ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, കംഫർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചിങ് എയ്ഡ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇമാജിനറി ടീച്ചിങ് എയ്ഡ് ഉപയോഗിച്ചിട്ട് തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കേണ്ട ഒരു ടോപ്പിക്, നിങ്ങൾ എടുത്ത ടോപ്പിക്കിൽ മസ്റ്റ് ആയിട്ട് ടീച്ചിങ് എയ്ഡ് വേണമെങ്കിൽ അതിന് വളരെ ഹാൻഡി ആയിട്ടുള്ള, നിങ്ങളുടെ കംഫർട്ട് ലെവലിനെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ടീച്ചിങ് എയ്ഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, നമ്മൾ കയ്യിൽ ഒതുക്കി വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന എന്തെങ്കിലും ബോളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിന് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും കുഞ്ഞു ടീച്ചിങ് എയ്ഡ്, നമുക്ക് അതായത് നമ്മുടെ ഒരു കംഫർട്ട് ലെവലിനെ ബാധിക്കാത്ത തരത്തിലൊരു ടീച്ചിങ് എയ്ഡുമായിട്ട് നമുക്ക് അതിനകത്ത് ചെല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എന്താ പറയുക, അവിടെയും ആ ഒരു എന്താണ് പവർഫുൾ എക്സ്പ്രഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിനെ ആ ഒരു പരിമിതിയെ പോലും മറികടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്ലാസ് എടുക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ടീച്ചിങ് എയ്ഡിന്റെ കൂമ്പാരം തന്നെ കൊണ്ടുപോകുള്ളൂ, ഒരു പ്രശ്നമല്ല. കുട്ടികൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ ധാരാളം ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് തന്നെ ആയിരിക്കും. അപ്പം ഇന്റർവ്യൂവിന്റെ ടൈമിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമായിട്ട് ടീച്ചിങ് എയ്ഡിന്റെ കാര്യം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക കേട്ടോ. അപ്പം നമ്മളുടെ കംഫർട്ട് ലെവലാണ് ഏറ്റവും പ്രധാനം. ടോപ്പിക്കും നമ്മളുടെ പ്രസന്റേഷനും എല്ലാം തന്നെ അവിടെ നമ്മുടെ കംഫർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് അവർ എൻറ്റയർ കോൺഫിഡൻസ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ടീച്ചിങ് എയ്ഡിന്റെ കാര്യത്തിൽ ഒരു വളരെ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുക. ഇനി അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളുടെ ഒരു മുന്നറിവ് അല്ലെങ്കിൽ പ്രീവിയസ് നോളജ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ ക്ലാസ് എടുക്കാൻ പറയുമ്പോഴത്തേക്കും മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ എന്താണ് കുട്ടികളായി സങ്കല്പിച്ചുകൊണ്ട് അവരോട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ പ്രസന്റ് ഡേ റെലവൻ്റ് ആയിട്ടുള്ള സംഗതികളുമായി ഒരു എന്താ പറയുക ഒന്ന് കോർത്തിണക്കി വേണം ചോദിക്കാൻ. അപ്പോൾ അത് വളരെയധികം നമുക്ക് സ്കോർ നേടിത്തരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അധ്യാപനത്തിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ സൊസൈറ്റിയുമായിട്ടും അല്ലെങ്കിൽ പ്രസന്റ് ഡേ റെലവൻസുമായിട്ടും കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഒരു നല്ല അധ്യാപകന്റെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആ റെഡിനെസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് വേണം ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം ആ കുട്ടികളിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് കിട്ടാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലും ഇതേ എന്താ പറയുക ഐഡിയ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു സ്കോർ മാക്സിമം. ഓക്കെ, അടുത്ത നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന, ഇന്റർവ്യൂ ബോർഡ് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് പറയുന്നത് റീഎൻഫോഴ്സ്മെന്റ്. റീഎൻഫോഴ്സ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റെഡിനെസ് അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റി നിലനിർത്താൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രസന്റ് ഡേയുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ അതിനൊരു ഉത്തരം കുട്ടി പറയുമ്പോൾ അവനെ എന്ത് ചെയ്യുക, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി, കീപ് ഇറ്റ് അപ്പ്, വളരെ നല്ല അപ്രോച്ചാണ്, നല്ലൊരു ആൻസർ ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ആ ഒരു എന്താ പറയുക ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്റർവ്യൂ ബോർഡാണ് മോട്ടിവേറ്റ് ചെയ്യാൻ സാറ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ അടിച്ചു വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് പറയുക, നമുക്കത് നെഗറ്റീവ് ആക്കി പോകും.
അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായ രീതിയിലുള്ള മോട്ടിവേഷൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഇന്റർവ്യൂ ബോർഡാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് കുട്ടികളായിട്ട് സങ്കല്പിക്കുക, കുട്ടി ആൻസർ പറയുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും കൂടുതൽ ഒരു ടീച്ചറിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണത്. കാരണം എന്ന് വെച്ചാൽ കുട്ടിയെ നമ്മൾ ആ പോർഷനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവനെ പഠിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ്ഫുൾ ആക്കി മാറ്റുന്നത് ഈ മോട്ടിവേഷൻസ് ആണ്. നമുക്കറിയാം ലൈഫിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞതിന് ഉണ്ടാകുന്ന പ്രാധാന്യം. അപ്പം തന്നെ നമ്മളൊരു ഡീമോട്ടിവേറ്റഡ് സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിച്ച്, അല്ലേ? അപ്പോൾ ഞാൻ പറയുവാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് പറയുവാണ്, ഏയ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഉടനെ കാര്യങ്ങളെല്ലാം റെഡി ആവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി തന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചേഞ്ച് ആവാം, അല്ലേ? അതേപോലെ തന്നെയാണ് സ്റ്റുഡൻസും. അവരിങ്ങനെ മൊണോട്ടണസ് ആയിട്ട് ഓരോന്ന് കേട്ടോണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ കം ടു ദി ട്രാക്ക് അഗെയിൻ, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ മോട്ടിവേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ശ്രദ്ധയോടെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി സ്കോറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രാധാന്യം നമുക്ക് അറിയാം, അല്ലേ? അപ്പൊ കുട്ടികൾ ചെറിയ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്, കുഞ്ഞു ക്ലാസ്സിലാണെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിപ്പിക്കുന്നത് സയൻസും മാത്സും സോഷ്യൽ സയൻസും ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് വേർഡുകൾ, ഇംഗ്ലീഷ് സെന്റൻസുകളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുക. അതായത് ക്ലാസ്സിനിടയിൽ റെഗുലർ ആയിട്ട് ഇങ്ങനെയുള്ള യൂസേജസ് ഇംഗ്ലീഷിനും കൂടെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടിക്ക് വളരെയധികം ഗുണം ചെയ്യും. അത് ഇന്ന് എന്താണ് ടീച്ചിങ്ങിൽ നമ്മളിപ്പോൾ നിങ്ങൾ എവിടെ കണ്ടാലും വിക്ടേഴ്സിന്റെ ക്ലാസ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും, അല്ലേ? അത് ബോത്ത് മീഡിയംസിനെയും ഇംഗ്ലീഷ് മീഡിയത്തിനെയും മലയാളം മീഡിയത്തിനെയും ഒരുപോലെ ഉന്നം വെച്ചുകൊണ്ടാണെങ്കിലും ഇപ്പൊ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടിക്ക് ഈ ഇംഗ്ലീഷ് ടേംസ് അവൻ കേട്ടിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇനി +2 അല്ലെങ്കിൽ അടുത്ത ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും അവൻ കേൾക്കേണ്ടത് എന്താണ്, ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളായിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവൻ സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, ഒരു ടിപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ എവിടെയും കൊടുക്കുന്നു, ഇന്റർവ്യൂ ബോർഡിന് മുന്നിലും കൊടുക്കുന്നു. ഇത് വളരെയധികം നോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വേ ഓഫ് ടീച്ചിങ്ങിൽ ഈ ഒരു പ്രസന്റ് ഡേയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതും കൂടി കൈകാര്യം ചെയ്യുന്നു എന്ന് കാണുമ്പോഴത്തേക്കും വളരെയധികം പോസിറ്റീവ് പോയിന്റ് നമുക്ക് നേടിത്തരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന പോർഷനിൽ നമ്മൾ തന്നെ ക്ലാസ് കണ്ടതാണ്, അല്ലേ? ഇപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക്, അതുപോലെ തന്നെ ഡീകമ്പോസസ് എന്ന വാക്ക്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ തന്നെ അതിന്റെ മലയാളം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതും കൂടെ ചേർത്ത് പറഞ്ഞു കൊടുക്കുന്നു. അത് കുട്ടിക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് മാർക്ക് നേടിത്തരാൻ സാധ്യതയുള്ള ഡെഫിനറ്റ് ആയിട്ട് മാർക്ക് നേടിത്തരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഇംഗ്ലീഷ് വേർഡ്സും സെന്റൻസസും ഫ്രെയിം ചെയ്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അടുത്ത ഇനി ഒരു സംഗതി, നമ്മൾ ക്ലാസ് ഏകദേശം കൺക്ലൂഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആ പറയുന്ന കോൺസെപ്റ്റ് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ആക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ ഡെമോ ക്ലാസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, അവസാനം ഒരു ആക്ടിവിറ്റി, നമ്മൾ ലാസ്റ്റ് ഡെമോ ക്ലാസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇവിടെ ആക്ടിവിറ്റി കൊടുക്കുക, അത് വിട്ടു പോകരുത്. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇന്റർവ്യൂ ബോർഡങ്ങളാണ്, ഇവർക്ക് എങ്ങനെയാണ് ആക്ടിവിറ്റി കൊടുക്കുക, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊന്നും വിചാരിക്കുന്നത്. നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഫൈനലി ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. ആ ആക്ടിവിറ്റി ഏറ്റവും റെലവെന്റ് ആയിട്ട് ഉള്ള ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തിട്ട് മാത്രമേ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാവൂ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇരിക്കുന്നത് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളാണ്. നിങ്ങൾ അവരെ എന്തായിട്ട് കണക്കാക്കുന്നു, നമ്മുടെ കുട്ടികളായിട്ട് കണക്കാക്കി അവർക്ക് ആക്ടിവിറ്റി പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട 7ാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ആക്ടിവിറ്റി, ഡെഫിനറ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുക. 8ാമത്തെ പോയിന്റ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുവാണ്, ആക്ടിവിറ്റി കൊടുത്തു, ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ കേട്ടിരുന്നു, കൊള്ളാം, നല്ല ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ ഡെസ്കിലേക്ക് ചെന്നിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുവാണ്. അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കൊടുത്ത ആക്ടിവിറ്റിയെ കുറിച്ചൊരു ചോദ്യം അവിടെ ചോദിച്ചുകൂടാ എന്നില്ല. മനസ്സിലായ സംഗതി? അപ്പം നിങ്ങൾ കൊടുക്കുന്ന ആക്ടിവിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഭംഗിയായിട്ട് അറിയാവുന്നതായിരിക്കണം. കാര്യം മനസ്സിലായല്ലോ? അപ്പം ആക്ടിവിറ്റി കൊടുക്കണം, അതുപോലെ തന്നെ ആ ആക്ടിവിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ആൻസർ നല്ലതുപോലെ അറിയാവുന്ന ആക്ടിവിറ്റി ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് നമ്മൾ വർക്ക് ചെയ്ത് വേണം പോകേണ്ടത്. ആക്ടിവിറ്റിയെ കുറിച്ചുള്ള നോളജ്, ഈ 2 പോയിന്റും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് 9ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. 9ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകന് ഏറ്റവും വേണ്ട സംഗതി എന്താണെന്ന് അറിയാവോ? കണ്ടന്റ് നോളജ് ആണ്. കണ്ടന്റിനെ കുറിച്ച് വ്യക്തമായ അറിവ് അധ്യാപകൻ ഉണ്ടായിരിക്കണം. ക്ലാസ് എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കാൻ ഒരു UP ലെവൽ ആയിക്കോട്ടെ, LP ലെവൽ ക്ലാസ് ആയിക്കോട്ടെ, നമ്മൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഒരു കുഞ്ഞു ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾക്ക് എടുക്കുന്ന കണ്ടന്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയും വ്യക്തമായ ഡീപ്പ് നോളജും മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളൊരു കവിത, സുഗതകുമാരിയുടെ ഒരു കവിത പഠിപ്പിക്കുന്നു എന്ന് കരുതുക. അപ്പൊ കവിതയെല്ലാം പഠിപ്പിച്ചു, വളരെ ഭംഗിയായി കവിത ചൊല്ലി, അതിലും ഭംഗിയായി കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ബോർഡ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പൊ സംസാരിക്കുമ്പോഴത്തേക്ക് അവര്
സുഗതകുമാരിയെക്കുറിച്ച് മറ്റെന്തെങ്കിലും ചോദ്യം ചോദിച്ചാലോ? ഈ കവിതയുമായി ബന്ധപ്പെട്ട നമ്മളെല്ലാം ആഴത്തിൽ അരച്ച് കലക്കിയാണ് ചെല്ലുന്നത്. അപ്പൊ ചോദിക്കുന്നതാണ്, സുഗതകുമാരിയുടെ ഫാദറിന്റെ പേരെന്താണ്? അച്ഛന്റെ പേരെന്താണ്? അദ്ദേഹം എന്താണ് വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പേര്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടാന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കവിയെക്കുറിച്ച് അല്ലെങ്കിൽ കവയത്രിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, എടുക്കുന്നതെങ്കിൽ അയാളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ, ഡീപ്പ് നോളജ് നമുക്ക് വേണം. കണ്ടന്റ് നോളജ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം നമുക്ക് ആ ഒരു കണ്ടന്റ് നോളജോട് കൂടിയാണ് നമ്മൾ ഇന്റർവ്യൂ പോകുന്നത്. ഞാൻ പേടിപ്പിക്കുന്നതല്ല, നിങ്ങളുടെ ഉള്ള കംഫർട്ട് കളയാൻ വേണ്ടിയല്ല, ഉള്ള കോൺഫിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഒരു കുഞ്ഞു ടോപ്പിക് ആയിരിക്കും. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് നമ്മൾ കൃത്യമായി പഠിച്ചു വയ്ക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, കീപ് അപ്ഡേറ്റിംഗ്. എന്താണ് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, ഒരിക്കലും നിർത്തരുത്. നമ്മൾ അധ്യാപകരാകാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം കണ്ടന്റ് നോളജ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം 9ാമത്തെ ടോപ്പിക്ക്, 9ാമത്തെ ടിപ്പ് കണ്ടന്റ് നോളജ്. 10ാമത്തതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറയാൻ നമുക്ക് നിർത്താം. അപ്പോൾ 10ാമത്തെ ടിപ്പ് ഇതാണ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ മാനറിസം, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ, ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാർ ഓക്കെ 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 ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. എനിക്ക് ഇതുപോലെയുള്ള എന്തൊക്കെ മാനറിസംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മാനറിസംസ് നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ആവണം. ഈ മാനറിസംസ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാനറിസം നമുക്ക് ഇല്ലാതായി, നമ്മുടെ ആ ഒരു രീതി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അപ്പം അങ്ങനെ ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അതിനൊരു കൺട്രോൾ വേണം. അപ്പോൾ അത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ബോഡി മൂവ്മെന്റ്സ് ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഗതികൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. അത് ഈസിയാണ്. ഒന്നുകിൽ നിങ്ങളൊരു ഫുൾ അലമാരയിലൊക്കെ ഉള്ള ഒരു ഫുൾ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ഒന്ന് എടുത്ത് നോക്കുക. കുട്ടികളാണ് മുന്നിലിരിക്കുന്നത് വിചാരിച്ച് എടുത്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക, ബോഡി മൂവ്മെന്റ്സിനെയൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ, ഒരു എന്താണ് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാം ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ എടുത്ത് നോക്കും നിങ്ങളുടെ ക്ലാസ്. എന്നിട്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോഴത്തേക്ക് ഏതെങ്കിലും വാക്ക് പ്രശ്നമുണ്ടോ, പ്രൊനൗൺസിയേഷൻ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ മൂവ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ടീച്ചേഴ്സ് അപ്പിയറൻസ് എന്ന് പറയുന്നതും ടീച്ചേഴ്സിന്റെ പ്രസൻസ് എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു സംഗതി കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറയുമ്പോഴത്തേക്കും യാതൊരു ശങ്കയും കൂടാതെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്ലാങ്ക് ഔട്ട് ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് എടുത്ത് കംഫർട്ടായിട്ട് ക്ലാസ് എടുത്ത് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റുകൾ ഈ ടിപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെച്ചിരിക്കുക. അതിനു വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. വീണ്ടും ഞാൻ പറയുകയാണ്, ആരും നെഗറ്റീവായിട്ട് എന്താണ് മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക്, മീൻസ് ഇതൊന്നും ഇനി എനിക്ക് വേണ്ട, ഞാൻ പോകാൻ പോകുന്നു, കളയാൻ പോകുന്നു എന്നൊന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകണ്ട. ഇത് നമ്മുടെ ഡ്രീം പ്രൊഫഷനാണ് അധ്യാപനം അല്ലേ. അപ്പോൾ ആ അധ്യാപനത്തിലേക്കുള്ള നമ്മുടെ കാലുവയ്പ് ഒരിക്കലും പിന്നോട്ട് ഇല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുക. സിറ്റുവേഷൻസ് ഉടൻ തന്നെ, വളരെയധികം താമസമില്ലാതെ തന്നെ സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് ആവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പം ഇനി നമുക്ക് ആ പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റു പരീക്ഷയ്ക്ക് പഠിക്കുകയും കൂടെ ചെയ്യണം. എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പത്രവായന നിർത്തരുത്. ഹോബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫർണിഷ് ചെയ്ത് വെച്ചിരിക്കുക. എവറിത്തിങ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഡേയ്സിൽ നിങ്ങൾ എത്ര ഇൻറ്റൻസ് ആയിട്ടാണോ ഇതിനെ ആഗ്രഹിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നമുക്ക് എന്താണ് പറയുക, ആഗ്രഹത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. സോ നെഗറ്റീവ് ആവരുത്, ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.